കഴിഞ്ഞ വർഷം ഒക്ടോബർ 30-ന് അർദ്ധരാത്രിയാണ് ആലപ്പുഴ മുഹമ്മ കണ്ണാർക്കാട് പി കൃഷ്ണപിള്ള സ്മാരകം ആക്രമിക്കപ്പെട്ടത്. പി കൃഷ്ണപിള്ളയ്ക്ക് പാമ്പുകടിയേറ്റ കണ്ണാർക്കാട് വീട് തീവച്ച് നശിപ്പിക്കുകയും മുൻവശത്തായി സ്ഥാപിച്ചിരുന്ന അർദ്ധകായ പ്രതിമ അടിച്ചു തകർക്കുകയും ചെയ്തു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ വിവിധ സംഘങ്ങൾ അന്വേഷിച്ചു. CPM വിഭാഗീയതയാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് ക്രൈംബ്രാഞ്ച് നിഗമനം. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ആരോപണ വിധേയനായ മുൻ DYFI നേതാവും VS അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗവുമായിരുന്ന ലതീഷ് ചന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇങ്ങനൊരു ഹർജി ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട CPI ഇന്നലെ വൈകിട്ട് മാരാരിക്കുളത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി. കൃഷ്ണപിള്ള സ്മാരകം ആക്രമിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പി കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെട്ടപ്പോൾ മുതൽ CPM CPI കക്ഷികൾ സംയുക്തമായാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. സംഭവത്തിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ CPM മൗനം പാലിക്കുന്നതും CPI ഒറ്റയ്ക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതും ശ്രദ്ധേയമാണ്. മീഡിയ 1 ആലപ്പുഴ.